കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ അടിവയറിന് താഴെ ഭാഗത്തായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. ഈ പ്രഗ്നൻസി ലക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗത്തും നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അടിവയറിന് താഴെയുള്ള ഭാഗത്തുണ്ടാകുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. സംസാരിക്കാൻ പോകുന്നത് പ്യൂബിക് പെയിനിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിൽ സാധാരണ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ആകാറുണ്ട്. നോർമലി നമ്മുടെ ലൂട്ടിയൽ ഫേസിൽ, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ അതങ്ങോട്ട് ഷെഡായി പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ അങ്ങോട്ട് കുറയുന്നു, നമുക്ക് ബ്ലീഡിങ് വരുന്നു. എന്നാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി എങ്കിൽ, ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ ഒന്ന് ഇൻക്രീസ് ആകും. നമ്മുടെ ശരീരം പറയും പ്രൊജസ്ട്രോൺ വേണ്ട, ഹോർമോൺ റിഡ്യൂസ് ആകണ്ട, നോർമലായിട്ടുള്ള രീതിക്ക് തന്നെ പോയാൽ മതി എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നൊരു സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്ന റിലാക്സിൻ എന്ന് പറയുന്നത്, ഈ റിലാക്സിൻ നമ്മുടെ ജോയിൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ലിഗമെൻസിനെയും ഒക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നു. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് അവിടെ ഗ്രോ ആകാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേബി അവിടെ ഇംപ്ലാന്റ് ആയി. ബേബി ഇംപ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മസിലെല്ലാം സാധാരണ രൂപത്തിലല്ല നിൽക്കുന്നത്, അതൊന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ട്രെച്ച് ആവാനായിട്ട് തയ്യാറാകുമ്പോഴേക്കും അത് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ട് അവിടെ പ്രൊഡ്യൂസ് ആകുന്ന ഒന്നാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഈ റിലാക്സിൻ ഹോർമോൺ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ പ്യൂബിക് പെയിൻ അനുഭവപ്പെടുന്നു. ഈ പ്യൂബിക് പെയിൻ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിലിൻ്റെ ഭാഗത്താണ്. പ്യൂബിക് പെയിൻ നമുക്ക് നോർമലി ഫീൽ ചെയ്യുന്നത് നമ്മുടെ അടിവയറിന് താഴെയുള്ള ഭാഗം, നമ്മുടെ രണ്ട് കാലുകളും നമ്മുടെ കാലിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഞാൻ ഇവിടെ ഇമേജ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മുടെ വജൈനയുടെ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു പ്യൂബിക് പെയിൻ അനുഭവപ്പെടുന്നത്. നോർമലി ഈ ഒരു പെയിൻ നമുക്കുണ്ടാകുന്നത് അങ്ങോട്ട് കുത്തിക്കൊള്ളുന്നത് പോലെ, ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അടിവയറൊക്കെ ഒരു നീര് വീഴില്ലേ, അടിവയറ് നീര് വീഴുന്നൊരു സമയത്ത് നമുക്കൊരു വേദന ഉണ്ടാവുമല്ലോ, ഒന്നും ഇങ്ങനെ കുത്തി ഒരു പ്രഷർ വരുന്നത് പോലുള്ള ഒരു വേദന നമുക്കുണ്ടാവുമല്ലോ. ഈ ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നത് കൊണ്ടാണ്. നോർമലി നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, ഫസ്റ്റ് പ്രഗ്നൻസി ആണ്, നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ലേബർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വേദന ഫീൽ ചെയ്യും. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ബോൺസും അതുപോലെ തന്നെ ജോയിൻസും ഒക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വരും, ആ നോർമൽ ഡെലിവറി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ റിലാക്സ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു കാലുകൾക്കിടയിലുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ട്. നോർമലി ഈ ഒരു വേദന നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പെട്ടെന്നൊന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, പെട്ടെന്ന് നമ്മളൊന്ന് എണീക്കുന്ന ഒരു സിറ്റുവേഷനിൽ, നമ്മൾ കുനിയുന്ന സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ ഒരു കാറിലോ മറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി അങ്ങോട്ട് ഇരിക്കുന്ന, വെപ്രാളത്തിലൊന്ന് കയറി ഇരിക്കുന്ന ഒരു സമയത്ത്, ഇരുന്ന് നമ്മളൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങുന്നത്. സാധാരണയായിട്ട് പല സ്ത്രീകളിലും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് ഈ ഒരു പ്യൂബിക് പെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്യൂബിക് പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഒരു പെയിനിൻ്റെ ആഘാതം വളരെയധികം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടത് സംസാരിക്കണം കേട്ടോ. കാൽസ്യമോ അല്ലെങ്കിൽ വിറ്റമിൻ ഡിയുടെ മെഡിസിനോ അല്ലെങ്കിൽ പാല് കുടിക്കുന്നതോടുകൂടിയോ മുട്ട കഴിക്കുന്നതോ ചിക്കൻ കഴിക്കുന്നതോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്യൂബിക് പെയിനെ നിയന്ത്രിച്ച് കൊണ്ടുവരാവുന്നതാണ്. കൂടുതലായിട്ടൊരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ഡിസ്കംഫർട്ട് അത് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നുണ്ടെങ്കിൽ ശരീരം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആക്കി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചിലരൊക്കെ പറയാനുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചേച്ചി കണ്ടുവരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബോഡി ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നെഗ്ലിജൻസ് കൊണ്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു ആ ബേബി നമുക്ക് നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഓവറായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവാതിരിക്കുക, ജസ്റ്റ് ഒരു കെയർ ബോഡിക്ക് കൊടുക്കുക, അത്രയും നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക.
കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് മുൻപുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇപ്പോൾ കാണുന്നില്ല. പലർക്കും ഭയങ്കര വിയേർഡായിട്ടുള്ള ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പീരിയഡ് ഡേറ്റ് മിസ്സായി കഴിഞ്ഞാലും പ്രഗ്നൻസിയുടേതായിട്ടുള്ള നമ്മൾ പറയുന്ന തരത്തിലുള്ള വോമിറ്റിങ്ങോ ഹാർട്ട് ബേണോ തലകറങ്ങലോ അങ്ങനെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളമാണ് പോകുന്നത് എന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പ്രീവിയസ് മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾക്ക് യൂറിൻ പോകുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഒരുപാട് ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഇപ്പോൾ 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയാവുന്നത് വരെയൊക്കെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അതും ഒരു പാഡ് തന്നെ മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പല ആളുകൾക്കും 2 ദിവസവും 2.5 ദിവസമൊക്കെ ബ്ലീഡിങ് വരുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് കിട്ടുന്നുണ്ട്. ചിലർ ഒരു പാഡോ 2 പാഡോ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആവുന്നുണ്ട്. HCG ഹോർമോണിൻ്റെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ പ്രഗ്നൻസിയുമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടോ ആയിരിക്കും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ സമയങ്ങളിൽ ബ്ലീഡിങ് വന്നതിന് ശേഷം അത് ശക്തമായിട്ടുള്ള വേദന വല്ലതും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം ട്യൂബൽ പ്രഗ്നൻസി ആകുന്ന സമയത്തും ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓൾറെഡി നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ലേറ്റസ്റ്റ് വീഡിയോയുടെ താഴെ നിങ്ങൾ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 10-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 7-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഈ മാസം 7-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് നമ്മളുടെ സൈക്കിൾ ലെങ്ത്. ഓരോ മാസവും 30-31 ദിവസമുള്ളത് കൊണ്ടാണ് നിങ്ങളത് കാലണ്ടറിൽ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും അതുപോലെ വെബ്സൈറ്റുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ ലൈക്സ് ഉള്ളതും അതുപോലെ ഡൗൺലോഡ്സ് കൂടുതലുമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ WebMD പോലുള്ള ഒരുപാട് വെബ്സൈറ്റിൻ്റെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് മെൻസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന സൈക്കിൾ ലെങ്ത്തും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഓവുലേഷൻ ഡേറ്റ് മാത്രമല്ല ഫെർട്ടൈൽ ടൈം പീരീഡും കൂടി കൃത്യമായിട്ട് കിട്ടും. ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് ഉദ്ദേശിച്ചത് അതായത് ഒരു പീരീഡ്സ് കഴിഞ്ഞിട്ട് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങണം, എത്ര ദിവസം കോൺടാക്ട് അവസാനിപ്പിക്കണം എന്നുള്ള എല്ലാ ഗൈഡ് ലൈൻസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.